നമ്മുടെ എപ്പിസോഡ് കൂടുതൽ കളർഫുൾ ആക്കാൻ നമ്മുടെ സ്വന്തം ജഡ്ജസിനെ കൂടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി ആൻഡ് അതിഥി രവി. വെൽക്കം അതിഥി. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പുതിയ സിനിമയുടെ അപ്ഡേഷൻസ് പറഞ്ഞുതരുമോ? ഇപ്പോ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത് ബേബി ഗേൾ ആണ്, റിലീസ് ആവാൻ പോകുന്നത്. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റക്കൊമ്പൻ. ബേബി ഗേൾ ബോബി സഞ്ജയ് എഴുതിയ സിനിമയാണ്. ലിസ്റ്റിൻ ചേട്ടന്റെ പ്രൊഡക്ഷനിൽ നിവിൻ. അതെ, ഒറ്റക്കൊമ്പൻ സുരേഷ് ഏട്ടന്റെ പടം. അതിഥിയുടെ ഈ കോവിഡ് കാലത്താണെന്ന് തോന്നുന്നു നാരായണി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അറിയില്ല. ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ഷോർട്ട് ഫിലിമുകൾ വളരെ രസമുള്ള ഷോർട്ട് ഫിലിമുകളിൽ ഒന്നാണ് നാരായണി. അപ്പൊ ആ സമയത്തൊക്കെ അതിഥി ഹീറോയിനാണ്, ഇപ്പോഴും ആണ്. പെട്ടെന്ന് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വിളിക്കുമ്പം സാധാരണഗതിയിൽ ഒരു ഹീറോയിൻ എന്നുള്ള നിലയിൽ ഞാനത് ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരാമല്ലോ. ആ ഷോർട്ട് ഫിലിമിൽ എത്തിപ്പെട്ട പരിപാടി എങ്ങനെയായിരുന്നു അതിഥി? അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ കോവിഡ് സമയത്തായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ഒരു ഷോർട്ട് മൂവി, അതും കോവിഡ് റിലേറ്റഡ് ആയിട്ട് അതിനെ പറ്റിയ സ്റ്റോറി പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി റെലവെന്റ് ആയിട്ട് തോന്നി. പിന്നെ ആ സ്റ്റോറി നറേറ്റിങ്ങും അതിന്റെ ഡയറക്ടറാണ് എടുത്തു പറയേണ്ട വർഷ. അപ്പൊ നല്ലൊരു കഥയായിരുന്നു. അത് എന്നിലേക്ക് വന്നത് ആക്ച്വലി എനിക്ക് ഭാഗ്യമായിട്ടാണ്. ഭയങ്കര ഹിറ്റായിരുന്നു അല്ലേ രമേശ് ചേട്ടാ? എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് മമ്മൂക്ക കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം മതിലുകളെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ ഷോട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഇരുന്നിട്ട് വിശേഷങ്ങൾ ശരി. താങ്ക് യു ചേട്ടാ. അത് നടക്കൂല, എന്റെ അടുത്ത് കളി വേണ്ട. എന്റെ കമ്പനിയിൽ ഒന്നും ചെയ്യാതെ നടക്കുന്ന ഒരുത്തൻ, അവനെ ഞാൻ പിരിച്ചു വിട്ടു. റെക്കമെൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഞാൻ സമ്മതിക്കൂല. അവനെ പിരിച്ചു വിട്ടതാണ്, ഒന്നും പറയണ്ട കേട്ടോ. കുറെ നേരം ആയല്ലോ ഫോണിൽ, എന്താണ് പ്രശ്നം? എടി, നമ്മുടെ കമ്പനിയില് എല്ലാ തൊഴിലാളികളെയും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് സമരം ചെയ്യണ ഒരുത്തനുണ്ട്. അവനെ ഞാൻ പുറത്താക്കി. ആണോ? അപ്പൊ അവന് പിരിച്ചുവിട്ടു. അപ്പൊ അവന് വേണ്ടിട്ട് റെക്കമെൻഡേഷനായിട്ട് കുറെ പേര് വിളിച്ചോണ്ടിരിക്കുക. എന്താണേലും സിന്ദാബാദ്. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. അല്ല, സോറി, ഞാൻ പിരിച്ചുവിട്ടപ്പോ വരികയാണ് സമരമായിട്ട്. ഞാൻ ഒരു താളത്തിനറിയാതെ പറഞ്ഞു പോയതാണ്. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, ഞങ്ങളുടെ നേതാവിനെ തിരിച്ചെടുക്കുക. ആരാ നിങ്ങളുടെ നേതാവ്? ഞാനാ ഞങ്ങളുടെ നേതാവ്, ഞാനാ ഞങ്ങളുടെ നേതാവ്. ലക്ഷം ലക്ഷം പിന്നാലെ, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. എവിടെ? ഏതോ ലക്ഷം പിന്നാലെ ഉണ്ട്. എടാ ഇറക്ക, നീ സമരം നടത്താൻ പോവാണ്? അതെ. എടാ, സമരം നടത്തുമ്പോ അതിനൊക്കെ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തണ്ട. നീ എവിടത്തെ നേതാവാടാ? ആരും വിളിച്ചിട്ട് കിട്ടിയില്ല, പക്ഷെ ആരും ഇല്ല. ഞാൻ ഒരു ഒറ്റയാൾ പോരാട്ടം ഞാൻ നടത്തും. എന്റെ ജോലി ഞാൻ തിരിച്ചു മേടിച്ചിരിക്കും. അത് മേടിക്കണ്ട, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഉദ്ഘാടനം നടത്തി തരാം. എന്ത് പണിയാ മിച്ചി? എന്റെ കമ്പനിക്കെതിരെ, നമ്മുടെ വീടിനെതിരെ, നമ്മുടെ ഫ്ലോറിനെതിരെയൊക്കെയുള്ള സമരമാണ് നടത്തുന്നത്. ഈ സമരത്തിന്റെ കൂടെ ഞാനും ഉണ്ടടാ. എന്റെ അമ്മച്ചി നമ്മുടെ വീടിനെതിരെ, നമ്മുടെ കമ്പനിക്കെതിരെയും എനിക്കെതിരെ നടത്തുന്ന സമരമാണത്. ഇവളെ എനിക്കെതിരല്ലേ? അതെ അതെ, അമ്മച്ചി, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക. ഞാൻ എന്റെ തൊഴിൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടത്. എനിക്ക് സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തരാൻ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ കാര്യങ്ങൾ തുടങ്ങാം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ യാതൊരു കാരണവുമില്ലാതെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് ഞാൻ ശ്രീമാൻ ബേബി മുതലാളിയുടെ വീടിനകത്ത് നടത്തുന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖയും സീനിയർ സിറ്റിസണുമായിട്ടുള്ള, സർവോപരി ബേബി ചായന്റെ അമ്മയുമായിട്ടുള്ള ജോളി ചേച്ചിയാണ്. ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അന്നൊരു ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. പതിവിലും നേരത്തെ മധു വന്ന് ഫാക്ടറിയിലെത്തിയവരോ മധുവിനെ അന്വേഷിച്ചു. മധുവിനെ അവരെവിടെയെങ്കിലും കണ്ടെത്തിയില്ല. മധുവിനെ അന്വേഷിച്ചില്ല. കാട്ടിലേക്കും ചിലർ നാട്ടിലേക്കും പോയി. കാട്ടിലേക്ക് പോയവരോ മധുവിനെ കണ്ടെത്തി. മധു ഒരു കാളിപ്പനയുടെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. വന്നവർ മധുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കാളിപ്പനയുടെ മുകളിൽ കയറിയിരിക്കുന്നത്? അപ്പോൾ മധു ഇങ്ങനെ പ്രതിവചിച്ചു, മക്കളെ, ഞാൻ ആകാശത്തിനും ഭൂമിക്കിനും മധ്യേ കളിലെ പ്രാണികൾക്ക് അന്ത്യകൂതാശ കൊടുക്കുകയാണ്. കൂട്ടുകാരന്റെ മർദ്ദനമേറ്റ് പാളയിലേക്ക് വീഴുന്നാളെ നീ വാഴ്ത്തപ്പെട്ടതാകുന്നു ഈ സമരം. അമ്മച്ചേ, ഇത് ഉദ്ഘാടനം ചെയ്യുന്നതാണോ വെഞ്ചിരിപ്പ് നടത്തണോ എനിക്കറിയാൻ വേണ്ടി. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് സമരം ചെയ്യാൻ നേരത്ത് അമ്മച്ചിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പിന്നെ മോശക്കേട് എനിക്കല്ലേ? ഈ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്യാം. പിന്നല്ലാതെ. പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടി
ഞാൻ ബേബി മുതലാളിക്കെതിരെ നടത്തുന്ന ഈ സമരവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ബേബി മുതലാളിക്ക് എന്റെയും എന്റെ സംഘടനയുടെയും പേരിൽ 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബേബി മുതലാളിയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കും എന്റെ കമ്പനിക്കെതിരെയും നടത്തുന്ന ഈ നിരാഹാര സമരം അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം എന്റെ വീടിന്റെ മുറ്റത്ത് നടക്കുന്ന കന്നി നിരാഹാര സമരമാണ് ഇത്. കന്നി നിരാഹാരമാണിത്. അത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സ്നേഹപൂർവ്വം ഒരു 100 ദിവസമെങ്കിലും ഈ നിരാഹാരം നീണ്ടു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബേബി ചായനൊരു ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ എന്നോട്? എന്നെ വിട്. ഈ കൊച്ചിനോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ? നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു പരിപാടി നടന്നിട്ട് അതിൽ പിന്നെ ഞാൻ പങ്കെടുക്കണ്ടേ? എന്റെ ആശംസ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല പ്രിയമുള്ളവരെ. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം നടത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി ആ സമരത്തിന് ഒരു ആശംസ നേരുന്നതിന് വേണ്ടി ഞാൻ ആർക്കെതിരെയാണോ സമരം നടത്തുന്നത് ആ ബേബി മുതലാളിയുടെ പ്രിയതമ ഈ സമരത്തിന് ഒരു ആശംസ നേരുന്നു എന്നുള്ളത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. ആശംസ നേരുന്നതിന് വേണ്ടി മേഡത്തെ സ്വാഗതം ചെയ്യും. മാന്യമഹാജനങ്ങൾക്ക് നമസ്കാരം. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു പരിപാടി നടക്കുന്നത്. 100 ദിവസം തികയ്ക്കാൻ പോകുന്ന നിരാഹാര സമരത്തിന് എന്റെയും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഈ സമരം വളരെ വിജയകരമായി 101 ദിവസം അവസാനിപ്പിക്കണം എന്നും ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോ ഏതായാലും ഈ സമര പരിപാടിക്ക് ഒരു കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള അതിഥി രവിയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിന്റെ കൃതജ്ഞതാ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന എന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിരാഹാര സമരത്തിന് മുതലാളിയും തൊഴിലാളിയും തമ്മിൽ തർക്കത്തിൽ തന്നെ അവർ ഒരുമിച്ച് ഒരു ഉദ്ഘാടന യോഗത്തിന് ഇവിടെ ഒരു കൃതജ്ഞത പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇവിടെ വന്ന കൂടിച്ചേർന്ന എല്ലാവർക്കും എന്റെ കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു. നന്ദി. ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുന്നതിന് വേണ്ടി അമൃതയെ ക്ഷണിക്കുകയാണ്. ഒറ്റ വാക്കില് നന്ദി. ഈ ഒരു നിരാഹാര സമരം വൻ ഹിറ്റിലേക്ക് 5-6 വാക്കായല്ലോ. ഇതിപ്പോ കൊറേ ആയല്ലോ. നന്ദി നമസ്കാരം മാത്രം മതി. അത് 2 വാക്കായി. നന്ദി നമസ്കാരം. 2 വാക്കായി. വെറും നന്ദി മതി. നന്ദി. ഞങ്ങളുടെ നേതാവിനെ തിരിച്ചെടുക്കുക. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ആ മാനേജർ ചക്രവാണിയാണ്. അവനിങ്ങോട്ട് വന്നിട്ടെ. ശരിയാക്കി കൊടുക്കാൻ. നേതാവിനോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. തിന്നണ കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ നിരാഹാരത്തില്ല. അതല്ല നേതാവേ, ഈ ആര്യ മേഡത്തിനെ നോക്കാൻ വേണ്ടിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയേക്കണത്. ഞാൻ നോക്കണോ? വേണ്ട, എനിക്ക് കൃത്യമായിട്ട് ശമ്പളം തന്നില്ല, അതിലൊന്നും ഇടപെടണം. ആദ്യമായിട്ടാണ് ഒരു തൊഴിലാളി നേതാവിന്റെ അടുത്ത് ഒരു തൊഴിലാളി വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, മാന്യമായി ശമ്പളം കൊടുക്കുക. ബേബി മുതലാളി മൂരാച്ചി, നിന്നെ പിന്നെ കണ്ടോളോ, നിന്നെ പിന്നെ കണ്ടോളോ. ഇഞ്ചക്ഷൻ വെച്ച് കളിക്കൂല, പഞ്ഞി വെച്ച് തുടയ്ക്കൂല, ആപ്പിള് ഞാൻ കൊടുക്കൂല, ചക്രവാണി ഇവിടെ നടക്കുന്നതിൽ അറിഞ്ഞോ? ഞാൻ കൊടുക്കൂല, ഗർഭിണിയെ ഞാൻ നോക്കൂല, ഞാൻ ഈ സമരം വിളിക്കാൻ വേണ്ടി പോയതല്ലേ? നീ ഇവിടെയല്ലേ സമരം നടക്കണത്? അല്ലെന്ന് ഞാനും കൂടി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനക്കൂട്ടമായി പോവില്ലേ? അപ്പൊ സമരം വിജയിക്കും. അതല്ലേ ഞാൻ പോയത്. പറയണ്ട, താൻ തന്റെ ഭാര്യയുമായിട്ട് ടൂറ് കറങ്ങി നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അല്ലല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരാഴ്ചയായിട്ട് സമരമാണ്. വീട്ടിലുള്ള തള്ളക്കും പിള്ളേർക്കും എല്ലാവരും കൂടി കുളു മണാലി പോകണമെന്ന്. അവസാനം ഞാൻ മണാലിയാന്നും പറഞ്ഞ് കണ്ണമാലി കൊണ്ട് ഒരു കറക്കം കറക്കി വീട്ടിൽ കൊണ്ടാക്കി. അതെ, ഇവിടുത്തെ പ്രശ്നത്തിനൊക്കെ കാരണക്കാരൻ താനാണ്. എന്തായാലും അവരെ പിരിച്ചുവിട്ടു. ഇവരെ കൂടെ അവിടെ പിരിച്ചുവിട്ടു.
പിരിച്ചു വിട്ടു. ആ വിളിക്കടാ. ബേബി മുതലാളി മൂരാച്ചി ബേബി മുതലാളി മൂരാച്ചി പിന്നെ കണ്ടോളൂ നിന്നെ പിന്നെ കണ്ടോളാം. ചക്രപാണിയെ പിരിച്ചു വിട്ട് ചക്രപാണിയെ പിരിച്ചു വിട്ട് മധുസൂദനെ പിരിച്ചു വിട്ട് മധുസൂദനെ പിരിച്ചു വിട്ട് നഴ്സ് പെണ്ണിനെ പിരിച്ചു വിട്ട് നേഴ്സ് പെണ്ണിനെ പിരിച്ചു വിട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കും നിങ്ങൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ എങ്ങനെ ഉണ്ണിടും നിങ്ങൾ എങ്ങനെ ഉണ്ടിടും? നിരാഹാര സമരം സിന്ദാബാദ് നിരാഹാര സമരം സിന്ദാബാദ്. അമ്മ ഐക്യദാർഢ്യം സിന്ദാബാദ് അതെ അതെ, നമ്മളിവിടെ ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു പ്രതിഷേധ പ്രകടനം ഈ വീടിന് ചുറ്റും നടത്തിയിട്ട് വരാം. സെക്രട്ടേറിയറ്റ് വളയണ പോലെ ഈ ബേബി മുതലാളിയുടെ വീട് മൊത്തം വളയാം. വളഞ്ഞിട്ട് വരാം. ജനസ്ഥലത്തെ മുഴുവൻ ബേബി മുതലാളിയുടെ വീട് വളയും. അത് തന്നെ. സിന്ദാബാദ് 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 സിന്ദാബാദ്. നിരാഹാര സമരം സിന്ദാബാദ് നിരാഹാര സമരം സിന്ദാബാദ്. സിന്ദാബാദ് 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 സിന്ദാബാദ്. ബേബി മുതലാളി മൂരാച്ചി ബേബി മുതലാളി മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളൂ നിന്നെ പിന്നെ കണ്ടോളൂ. നിന്നെ പിന്നെ കണ്ടോളൂ നിങ്ങളെ പിന്നെ കണ്ടോളാം. സമരമൊക്കെ അവിടെ നടന്നോളും. നമ്മുടെ പരിപാടി അങ്ങോട്ട് ആരംഭിക്കും. അല്ലെങ്കിൽ നിന്നെ ഞാൻ പിരിച്ചു വിടും. വേണ്ട നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. വിളിച്ചോ. മൈ ഡേ ഫ്യൂച്ചർ ഫൺ ബേബി ഫണിൽ ഇനി ഒരു സ്റ്റാൻഡപ്പ് കാണാം. പെർഫോം ചെയ്യാൻ എത്തുന്നു സംഗീത് റാം. ഹലോ സംഗീത്. ഹലോ സംഗീതം നല്ല സമരത്തിൽ വല്ലതും പങ്കെടുത്തുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഇതിനു മുമ്പോ ആ, ഇതിനു മുമ്പെന്ന് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്? അല്ല ഞാനൊരു ശബ്ദം കേട്ടിരുന്നു സമരത്തിന്റെ അതിവിടെ വേറെ ഇവിടുത്തെ ഇന്റേണൽ പ്രശ്നങ്ങളാണ്. അല്ലാതെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല ഇതുവരെ ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല. വീട്ടിൽ ചോറ് കിട്ടാത്തപ്പോ ഇടയ്ക്ക് സമരം ചെയ്യാറുണ്ട്. അല്ലാതെ ഒരു പൊതു കാര്യത്തിൽ ഇതുവരെ ഒരു പൊതു സമരത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. ഇല്ല അങ്ങനെ ഞാൻ സമരം ചെയ്തിട്ടില്ല. ഭക്ഷണം കിട്ടാത്തപ്പോ സമരം ചെയ്യുന്ന പറഞ്ഞു. അത് വലിയ സമരം. എന്റെ വീടിന്റെ അടുത്ത് അവിടെ ഒരു കൂട്ടുകാരനുണ്ട്. സാധാരണ നമ്മള് വഴക്കിട്ട് കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ നടക്കും. ഇവനാണ് വീട്ടിലുള്ള മുഴുവൻ ചോറെടുത്ത് തിന്നളയും. വഴക്കിട്ട് കഴിഞ്ഞാല് എന്റെ ഒരു സുഹൃത്തുണ്ട്, അമ്മയായിട്ട് എപ്പോഴും വഴക്കിട്ടാലും അമ്മ വീട്ടിൽ പോയി താമസിക്കും 2 ആഴ്ച. മേഡത്തിനെ എനിക്ക് ഡെയിലി കാണുന്ന ഒരു പരിചയമുണ്ട്. എന്താ വെച്ചാ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ചാനലിലും പുള്ളിയുടെ പരസ്യം വരും എപ്പോഴും. ഓ ശരി. അതിഥി രവിയൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഞാൻ പരസ്യം ചെയ്യാറുണ്ട്. വേറെ പരസ്യം? വേറെ പരസ്യം. ഞാനോട് ഇവരുടെ ചാനൽ അതിഥി രവിയുടെ പരസ്യം മികച്ച അഭിനയത്തിന് സമീപിക്കുക. അതിഥി രവി പരസ്യങ്ങൾ, സിനിമകൾ, സ്റ്റേജ് ഷോകൾ എന്നിവയിൽ മികച്ചതായി ചെയ്തു കൊടുക്കും അതിഥി രവി. ഇങ്ങനെ അതിഥി രവിയുടെ പരസ്യം വരും ഓർത്തതാ? അല്ല ഇത് കുന്നോളത്തെ മിക്ക ചാനലിലും വരും. ആണാ? തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിക്കാരനാണ്. അപ്പൊ ടി വി നല്ലോണം ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നുണ്ട് അതിഥിയെ കാണാൻ വേണ്ടി മാത്രമാണേലും? തീർച്ചയായും. ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ആരാ? നടി ഉർവശി. ഹിന്ദി നടി ആരാ? ഇന്ത്യയിൽ കജോൾ. അവിടെ കിടക്കുകയാണ് അല്ലേ? അതെ 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 അതെ. ആ 90കളുടെ കാലത്ത് ഏതോ ഗുപ്തും ഇഷ്കും ഒക്കെ കണ്ട സമയത്ത് അവിടെ കിടക്കുകയാണ്. അതൊക്കെ ഇപ്പോഴും ഡയമണ്ട് അല്ലേ? എടാ ഡയമണ്ടാ. എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലേ ഈ കോട്ടിട്ട് പുഴുകിയിട്ട് വയ്യ. ഷോ തുടങ്ങുമ്പോ പിന്നെയും പുഴുകണമല്ലോ. മാത്രമല്ല ഇരിക്കുന്നത്, മിക്കവാറും പുഴുങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആ കാജോളിന്റെ കാലത്ത് തന്നെ ജൂഹി ചൗളെ, മനീഷ കൊയ്രാളയും രവീണ ടണ്ടനും സൊനാലി ബെന്ദ്രയും ഒക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനെ അവരെയൊന്നും നീ ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാജോളിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം. അവിടെ പിന്നെ ഒരാളെ കൂടിയാണ് മറ്റേ നമ്മുടെ ഇന്ത്യനിലെ മനീഷ കൊയ്രാള. അത് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞല്ലോ. ആ ഇന്ത്യൻ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട്, TV ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പല മിമിക്രിക്കാർക്കും നടന്മാരുടെ ശബ്ദം പഠിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കേട്ട് പഠിക്കാം, അല്ലെങ്കിൽ CD ഉള്ളപ്പോ CD ഇട്ട് കണ്ടുപഠിക്കാം. 95-ലാണ് ഇന്ത്യൻ വരുന്നത്. അപ്പൊ ഇന്ത്യൻ വന്ന സമയത്ത് ആ സമയത്താന്ന് തോന്നുന്നു കേട്ടോ, കൃത്യം വർഷം എനിക്കറിയില്ല. 90കളുടെ പകുതിയിലാണ് ഇന്ത്യൻ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഇന്ത്യൻ ഇറങ്ങിയപ്പോ അത് സൂപ്പർ ഹിറ്റ് ആയപ്പോ കമലഹാസന്റെ ശബ്ദം പഠിക്കണം, ഒരു പുതിയ പടം വരുന്നുണ്ട്, അതിനകത്ത് കണ്ടാലേ ശബ്ദം പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രാജാ സാഹിബ് ഇന്ത്യൻ കാണാൻ പോയി. കാരണം ഇന്ത്യനിൽ എന്തോ കമലഹാസന്റെ ശബ്ദം ഭയങ്കര വെറൈറ്റി ആന്നൊക്കെ പറയാൻ വേണ്ടി രാജാ സാഹിബ് പോയി ഇന്ത്യൻ 3 തവണ കണ്ടു. 3 തവണ കണ്ടു വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് കൂട്ടുകാരനോട് പറയാ, ഇന്ത്യ ഞാൻ 3 തവണ കണ്ട്, പക്ഷെ അതിനകത്ത് കമലഹാസനേക്കാളും സ്കോർ ചെയ്തേക്കുന്നത് വേറൊരു അപ്പൂപ്പനാണ്. നമസ്കാരം. എനിക്കില്ലാത്തതും നിങ്ങൾക്കുള്ളതുമായ ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ക്ഷമ. ക്ഷമ നിങ്ങൾക്കുണ്ടോ? വെരി ഗുഡ്. ഒരു ആന കുത്താൻ വന്നാൽ നമ്മൾ ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരും, പക്ഷെ കൊതു കുത്തിയെന്ന് നമ്മൾ ക്ഷമിക്കാറില്ല, അടിച്ച് കർണം പോയിക്കാറാണ് പതിവ്.
പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാണ്. പൊതുവും മനുഷ്യനും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. എപ്പോ കണ്ടാലും അടിയാണ്, അയ്യപ്പനും കോച്ചിയും പോലെ. ഞങ്ങളുടെ നാട്ടില് ഒരാൾ വെള്ളം അടിച്ചിട്ടിരിക്കുമ്പോ ഒരു കൊതു വന്ന് കുത്തി. അപ്പൊ ആളെന്ത് ചെയ്തു? പതുക്കെ കൈ ഇങ്ങനെ വെച്ചിട്ടാ. അപ്പൊ കൊതു വന്നിരുന്നു, അടിച്ചു കൊന്നു. പിന്നെയും ആളൊരു പെഗ് അടിച്ചു, അപ്പോഴും കൊതു വന്നു. പുള്ളി കൈ ഇങ്ങനെ വെച്ചു, കൊതു വന്നിരുന്നു, അടിച്ചു കൊന്നു. ഇത് പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇത് കൊള്ളാലോ കളി. അപ്പൊ പുള്ളി മൂന്നാമതൊരു പെഗ് അടിച്ചിട്ട് ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ വന്നിരുന്നുട്ടാ. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കൊതു വരുന്നത് കാണാനില്ല. ഞാൻ നോക്കുമ്പോഴേ എല്ലാ കൊതു ഈ കയ്യിൽ വന്നിരിക്കുക. എന്നാ സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി ഓഗസ്റ്റ് 2 ധ്യാനത്തിന് പോയ ജോർജ് കുട്ടിയോട് വരുണിന്റെ അച്ഛൻ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞ ഒരു ക്ഷമയുണ്ടല്ലോ, ഇന്നേ വരെ ജീവിതത്തിൽ ഒരാളും ക്ഷമിക്കുന്നത് കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനൊന്നും ഒരു ക്ഷമയില്ലാത്ത ആളാ. പുള്ളിക്കാരന് വാഴ വെച്ച അപ്പ തന്നെ കൊല വെട്ടണം. പക്ഷെ കല്യാണം കഴിഞ്ഞുകൂടി അത് മാറി ക്ഷമിക്കാൻ പഠിച്ചു, സഹിക്കാൻ പഠിച്ചു, എന്നെ അടിക്കാൻ പഠിച്ചു, അങ്ങനെ പലതും പഠിച്ചു. നമ്മൾ 100 വർഷം കാത്തിരുന്ന് തപസ്സിരുന്ന് എന്ത് നേടാൻ ശ്രമിച്ചാലും നടക്കില്ല. നേരെ മറിച്ച് ഒരു കല്യാണം കഴിച്ചാൽ എല്ലാം നമ്മൾ പഠിക്കും. ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു ദൈവം വന്നിട്ട് ചോദിക്കാണ്, നിനക്ക് ജോലി വേണോ അതോ ഒരു പെണ്ണ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജോലിയുള്ള ഒരു പെണ്ണിനെ മതി. നമ്മളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ അവാർഡ് സിനിമകൾ പണ്ട് കണ്ടിരുന്ന ആൾക്കാരാണ്. എന്നാൽ ഇപ്പോൾ മൊബൈലിൽ ഒരു റീല് പോലും നമുക്ക് ക്ഷമയോട് കാണാൻ ക്ഷമയില്ല, അല്ലേ? എന്താ അല്ലേന്ന് ചോദിക്കുമ്പോ ഒന്ന് അനങ്ങി പറ, അല്ലേ? അതിന് മാത്രം റീൽസ് ഉണ്ടല്ലോ. അതെ. അപ്പോ ഫോണിന് എല്ലാ ഫോണിനും പാസ്വേഡ് ഉണ്ട്. എന്നാൽ എന്റെ ഫോണിന് പാസ്വേഡ് ഇല്ല. എന്തിന്? എന്റെ അച്ഛന് ഫോണേ ഇല്ല. എന്നിട്ട് എന്റെ അച്ഛന് വല്ല കുറവുണ്ടോ? ഒരു കുറവില്ല. അഥവാ കുറവുണ്ടെങ്കിൽ തന്നെ എന്റെ അച്ഛൻ ക്ഷമിച്ചോളും. പണ്ട് ഞാൻ പോക്കറ്റ് മണി ചോദിക്കുന്നു വിചാരിച്ചിട്ട് ഷർട്ടിന് പോക്കറ്റ് വരെ തയ്പ്പിക്കാത്ത ഒരാളാണ് എന്റെ അച്ഛൻ. നമ്മളെല്ലാം ക്ഷമയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നടക്കും. അങ്ങനെ ഞാൻ ക്ഷമയോടുകൂടി കാത്തിരുന്ന് അവളെ കണ്ടുമുട്ടി. ടിങ് 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 ടിങ്. പേടിക്കണ്ട, അവളെ ഞാൻ കണ്ടുമുട്ടിയപ്പോ ഞാൻ അവളോട് ചോദിച്ചു, മാലിനി ഇത് ഞാൻ ചൊല്ലിയാവണം. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, പറയൂ അങ്കിൾ. അങ്കിളേ, നമ്മളൊന്ന് മിങ്കിളാവാന്ന് വിചാരിച്ചു ചെല്ലുമ്പോ അങ്കിള്. നമ്മളൊക്കെ സിംഗിളാവാനുള്ള യോഗ നമുക്കുണ്ടെന്ന്. നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടല്ലോ, എന്തുകൊണ്ടാ ഫ്ലോപ്പ് ആവണമെന്നറിയോ? ക്ഷമയില്ല. ക്ഷമയില്ലാത്ത കാരണം മാത്രമാണ്. 31-ന് വെള്ളം അടിക്കില്ലാതെ പ്ലാൻ ചെയ്യുന്ന ആള് 1-ാം തീയതി കൈ വിറച്ചിട്ട് പട്ടാളക്കാരന്റെ കാലിൽ വീണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എന്റെയൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ, വയറ്. എന്റെ മുടിയൊക്കെ ഇഷ്ടം പോലെ പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും വയറങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നില്ല. ഇത് ഞാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ചായ കുടിക്കില്ല. എന്താ? ഗ്യാപ്പില്ല. എന്നാ ജിമ്മിന് ചേരാന്ന് വിചാരിച്ചാലോ, എല്ലാ ജിമ്മിലും 5 മാസത്തെ കോഴ്സാണുള്ളൂ. ശരി, ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളോട് എന്ത് പറയും? നീ ചേരടാ, 5 മാസത്തെ കേസല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, 5 മാസമെങ്കിലും നീ ജിമ്മിന് പോകുമല്ലോ. കോപ്പ് പോവും. ഇതേ ഉപബോധ മനസ്സ് നമ്മളോട് പറയും, മോനെ പൈസ പോണേ പൊക്കോട്ടെ, ഉറക്കമാണ് അഖില സാരം. പക്ഷെ ഞാനിത് കേട്ടില്ല. ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതൊക്കെ ജിമ്മിൽ പോയി ചേർന്നു. അപ്പൊ ജിമ്മിൽ ചേർന്നപ്പോ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വേദന. ആ വേദന ഇനി മേലാൽ ജിമ്മിൽ പോരുത് എന്നൊരു മോട്ടിവേഷനാണ് എനിക്ക് നൽകിയത്. നമുക്ക് ഏറ്റവും ക്ഷമ വേണ്ട എന്താ? സ്ത്രീകൾക്ക് ഏറ്റവും ക്ഷമ വേണ്ടത് തുണിയെടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ അല്ലേ? തുണിയെടുക്കുമ്പോൾ ഭയങ്കര ക്ഷമ വേണം. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അതൊന്നും വേണ്ട. ഈ സെക്കൻഡ് വെച്ച് അമ്മ തുണിയെടുക്കും. അമ്മ നേരെ കടയിൽ പോകുന്നു, നേരെ ചൊല്ലുന്നു, ഇവിടെ വില കുറവിന്റെ തുണി എവിടെയുള്ളത്? അപ്പോൾ അത് ആ റെഡ് അതെടുക്കൂ, ഉടൻ തന്നെ പാക്ക് ചെയ്യൂ എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കും, ഇത് എന്താ? ഇത് സെലക്ട് ചെയ്യണം, നോക്കണം, ഇതിന്റെ കളറ് ഷെയ്ഡ് അതൊന്നും നോക്കുന്നില്ല. എന്താ? അതൊന്നും കുഴപ്പമില്ലടാ, അത് നിന്റെ അച്ഛമ്മക്കല്ലേ. വളരെ സിമ്പിൾ. ഇത്ര നേരം ക്ഷമയോടുകൂടി നിങ്ങൾ സഹിച്ചിരുന്ന എന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും എന്നാണല്ലോ പറയുന്നത്. ഈ ക്ഷമ ഏറ്റിട്ടുണ്ടോ, ഫലം കിട്ടിയോ? നമുക്ക് രമേശിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. സംഗീതേ, നല്ല രസമായിരുന്നു നിന്റെ കൊതുകിന്റെ തമാശയും പിന്നെ
ഭർത്താവിന്റെ അമ്മയ്ക്ക് തുണിയെടുക്കാൻ പോകുമ്പോൾ അതിനുള്ള ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ വളരെ രസമുള്ള സാധനങ്ങളായിരുന്നു. അതിൽ അത്യാവശ്യം നല്ല ഹ്യൂമർ ചേർത്ത് നല്ല തമാശയായിട്ട് തന്നെ പറയാൻ പറ്റി. താങ്ക് യു സർ. സൂപ്പർ ആയി നിന്റെ പരിപാടി, ഗംഭീരമായി കേട്ടോ. ശരിക്കും ഈ സംഗീതത്തിന് ക്ഷമയുള്ള ആളാണോ ജീവിതത്തിൽ ക്ഷമയുള്ള ആളാണോ? പിന്നെ ആണോ? നല്ല ക്ഷമയുള്ള ആളാ. സംഗീതേട്ടൻ അപ്പം വീട്ടില് ഭാര്യയൊക്കെ എങ്ങനെയാണ്? അതാ ഞാൻ പറഞ്ഞ ക്ഷമയുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അത് നിനക്കറിയില്ല എത്ര നാളായിട്ട് ഇവിടെ തന്നെ വന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഗേൾ ഫ്രണ്ടിനെ കിട്ടുന്നില്ല. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. എന്താ മെമ്മറി പവർ നോക്ക്. പിന്നെ അല്ല. ഓക്കെ, എന്താ എന്റെ പേരൊന്ന് പറഞ്ഞേ? ശ്രീറാം ചേട്ടൻ. ഞാൻ പറഞ്ഞു ശ്രീരാം ചേട്ടൻ. സംഗീത അതെ, എനിക്ക് ഈ മറവിയുടെ പ്രശ്നമുണ്ട്. നീ എഴുതി കൊടുത്തിട്ട് മറന്നോണവളാണ്. എങ്ങനെയുണ്ടായിരുന്നു അതേ പെർഫോമൻസ്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ നല്ലൊരു ടോപ്പിക്കായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കണക്ട് ചെയ്ത് പോയതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ വീട് പറഞ്ഞു വിടുകയല്ലേ പറഞ്ഞു വിടുക തൽക്കാലത്തേക്ക്? താങ്ക് യു. മൈ ജെ ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ടിൽ അടുത്തതായിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യാൻ എത്തുന്നു ജോസ് ഫ്രം തൃശൂർ. ജോസേ, തൃശ്ശൂരുകാരി ഇവിടെ ഇരിക്കുന്നത്. ഹലോ, സ്വന്തം നാട്ടുകാരെയാണ്. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ ഇപ്പൊ പുത്തൂരാണ്. എന്റെ സ്വന്തം നാട് മച്ചാറാണ്, പക്ഷെ വാടകയ്ക്കായോണ്ട് പുത്തൂരാണ് താമസിക്കുന്നത്. മച്ചാട്. ഞാനവിടെ മച്ചാട് മാമാങ്കത്തിനൊക്കെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. ഞാൻ രമേശേട്ടനെ കാണാൻ വന്നപ്പോ രമേശേട്ടൻ പോയി. കുറച്ചേരം ഉണ്ടായിരുന്നുള്ളൂ ഒരു വട്ടം. എവിടെ? മച്ചാട് തിരുവാണിക്കാവ് അമ്പലം. അതെ, അവിടെ അമ്പലത്തിൽ പരിപാടിക്ക് വന്നപ്പോ എന്നെ കാണാൻ വന്നപ്പോ ഞാൻ പോയെന്നാ. ഞാൻ ആ പരിപാടിക്ക് വന്നല്ലേ, പരിപാടി കാണിക്കാണ്ട് ഞാൻ പോവോ? ഞാൻ പെട്ടെന്ന് പോയത് കൊണ്ടല്ലത്. നീ വേറെ ഏതോ പരിപാടിക്കാ പോയേക്കുന്നത്. അതുകൊണ്ടാണ് നീ എന്നെ കാണാണ്ട് പോയത്. നീ വന്ന കാര്യം സ്റ്റാൻഡപ്പ് ചെയ്തല്ലേ? നീ സ്റ്റാൻഡപ്പ് ചെയ്യാൻ വന്നതല്ലേ? ചെയ്യുവോ? ചെയ്യ്. എന്റെ പേര് ജോസ്. രമേശേട്ടാ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവളെ പറ്റിയിട്ടാണ്. അവളുടെ പേര് പ്രിയ. ഞാൻ അവളിൽ പെട്ടുപോയതാണ് രമേശേട്ടാ. ഞാൻ പ്രിയപ്പെട്ടവൻ ജോസ്. പ്രിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾ എന്തുകൊണ്ടാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നിങ്ങൾക്ക് അറിയോ? കാരണം എന്റെ ആരോഗ്യകാര്യങ്ങളില് എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ച് എന്നോട് വന്ന് പറയുന്നത് അവളാണ്. അവൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, എടാ ഇത്രയ്ക്കായിട്ട് നിന്റെ ഞരമ്പിന്റെ അസുഖം മാറിയില്ലടാ, ഇന്ന് ഞാൻ എത്ര വട്ടാരെ വിളിക്കുന്നു, നിനക്ക് എന്താ ചെവി കേട്ടൂടെ, നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ ജോസേ, നീ എന്തൊക്കെയാടാ കാണിക്കണേ, നിനക്കെന്താ വയ്യേ? ഇങ്ങനെ എന്റെ ഹെൽത്ത് ഇത്രയും കെയർ ചെയ്യുന്ന അവളല്ലേ ചേട്ടാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അവളുടെ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? അവളുടെ പല്ലുകളാണ്. കാരണം അവള് ചിരിക്കുമ്പോഴാണ് അവളുടെ പല്ലുകൾ മൊത്തമായിട്ട് കാണാറുള്ളത്. അവളുടെ ചിരി എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അവളെ അതിശയിച്ചതിനെ പോലെ ഒന്ന് ചിരിച്ച. എനിക്ക് അവളുടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത അവളുടെ നാക്കാണ്. ഇങ്ങനെ ചലച്ചോണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, നിന്നെ നാക്കു നീ തൊള്ളലോട്ടൊന്നും മിണ്ടാണ്ടിരിക്കോ മോളേന്ന്. രമേശേട്ടാ അവളത് കേട്ട് അവളോട് ഇപ്പൊ സംസാരിച്ചിട്ട് 2 കൊല്ലായി. ഇത്രയും അനുസരണയുള്ള ഒരു പെൺകുട്ടിയാണ് അവളെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരി ചേച്ചി, എനിക്കും ഗേൾസോടെ മനസ്സ് പുരിയല്ലേ? ഐ ഡോണ്ട് മനസ്സിലാവൽ വൈശീച്ചിയിൽ അങ്ങനെ ഐ എം ജസ്റ്റ് പറയല് യുവർ ടങ്ക് യുവർ തൊള്ള ജസ്റ്റ് അടച്ചിട്ട് പൂട്ടൽ ബട്ട് ഷീ ഡിഡ് ലൈഫ് ലോങ് ടോക്കാണ്ടിരിക്കല്. എന്താണിത്? ഇവളെങ്ങാനും മിണ്ടാണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ ഒരക്ഷരം സംസാരിക്കില്ല. തന്നെ ഓൾറെഡി മിണ്ടാണ്ടായില്ലേ, പിന്നെ എങ്ങനെ സംസാരിക്കുക? ഇവള് മിണ്ടാണ്ടായ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് റിലാക്സ് ആവാൻ റീലൊക്കെ കാണാൻ തീരുമാനിച്ചു. ഇവള് മിണ്ടാണ്ടായ വിഷമം വന്നല്ലോ, അങ്ങനെ ഞാൻ റീൽ എടുത്തപ്പോ ആദ്യം വന്ന റീല് മിണ്ടാതായവരാണോ നിങ്ങൾ? അപ്പൊ തന്നെ സ്ക്രോൾ ചെയ്തു. അപ്പൊ അടുത്ത റീല്, നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു പെൺ സുഹൃത്ത്? അവസാനം റിലാക്സ് ആവാൻ വേണ്ടി കയറി ഞാൻ ഡിപ്രഷൻ അടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് നമ്മളോട് മിണ്ടാണ്ടാവുന്നതാണ്. നമുക്ക് പ്രാന്തമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമ്മളൊരു പ്രാന്തനായിട്ട് മാറും. എന്ന് വെച്ചാൽ ഞാനിപ്പോ ഭ്രാന്തനാണെന്നല്ലാട്ടാ, 2 ഷോക്ക് അടിച്ചപ്പോ എന്റെ ഭ്രാന്തൊന്നും മാറി. ഇപ്പൊ ഭ്രാന്തൊന്നുമില്ല, ഞാൻ നോർമലാണ്. ഇവളുടെ പിണക്കം ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ അവളെ കോൾ ചെയ്യാനൊന്നും പോയില്ല. കാരണം അവളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക. വോയിസ് അയക്കാനും നിന്നില്ല, കാരണം അവള് കേക്കില്ല. ഞാൻ ടൈപ്പ് ചെയ്യാൻ തീരുമാനിച്ചു, കാരണം അവളോട് ടൈപ്പാണേ. ടൈപ്പ് ചെയ്ത് എന്റെ പൊന്നു രമേശേട്ടാ, ഞാനിപ്പോ ഒരു ടൈപ്പിംഗ് നിശ്ചയം പോലെയാണ്. ഉറക്കത്തിൽ കിടന്നുറങ്ങും വരെ ഞാൻ അവൾക്ക് ടൈപ്പ് ചെയ്യും, സോറിയടി മിണ്ടടി, സോറിയടി മിണ്ടടി, സോറിയടി മിണ്ടടി. എന്നിട്ട് ഒരു കിണ്ടി നടന്നിട്ടില്ല. ഞങ്ങളുടെ ലൈഫിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. 2 പേരും തമ്മിൽ പിണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അവരുടെ ഈഗോ വിട്ടു വന്ന് നമ്മളോട് സോറി പറയണമെന്ന്. നിങ്ങൾ തമ്മിലൊരു ഡീലില്ലേ? രമേശേട്ടനും വൈഫ് തമ്മിലൊരു ഡീൽ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഡീല് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു.
എന്നിട്ട് ഞാൻ ഈ പ്രശ്നം വന്നപ്പോ എന്റെ ഈഗോ വിട്ട് അവളോട് സോറി പറഞ്ഞു ഞാൻ പാതാളക്കുഴി വരെ എത്തി രമേശ് ചേട്ടാ. എന്നിട്ട് കഴിഞ്ഞ ഓണത്തിന് മാവിലിയുടെ ഒപ്പാണ് ഞാൻ വന്നത്. നിങ്ങളൊക്കെ ഓണത്തിന് എങ്ങനെയാണ് വിഷ് ചെയ്തത്? ഹാപ്പി ഓണം എന്നല്ലേ? ഞാൻ എന്താ വിഷ് ചെയ്തെന്നറിയോ? സോറി ഓണം, ക്ഷമിച്ചോണം, മിണ്ടിക്കോണം എന്നാണ്. അവളൊരു പണ്ട് എന്നോട് ഒരു ദിവസം ചോദിച്ചു, എന്താണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന്. ഞാൻ പറഞ്ഞു, ലൈഫിൽ ഫുള്ള് സ്ട്രെസ്സാണടി, എനിക്ക് മനസ്സ് തുറന്നൊന്ന് പൊട്ടിക്കരയണം, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹം. അപ്പൊ അവള് പറഞ്ഞു, അത് എന്നേലും നടക്കൂടാന്ന്. ആ ആഗ്രഹം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് രമേശ് ചേട്ടാ. കാരണം ഉണ്ടല്ലോ, ഞാനിപ്പോ ഡെയിലി അവളും മിണ്ടാണ് ഇപ്പൊ കരച്ചിലാണ്. കണ്ണിനൊക്കെ ലൂസ് മോഷൻ വരുന്നു ഞാൻ മനസ്സിലാക്കിയത് അവളെന്നോട് മിണ്ടാണ്ടായിപ്പോളാണ്. ഇത് നിക്കണ്ടേ, വന്നോണ്ടിരിക്കുകയാണ്. ഇവള് പറയാറുള്ളത് ഇവൾക്ക് ഭയങ്കര മൂഡ് സിങ്സ് ആണെന്നാണ്. ഇവിടെ എന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, എടാ എനിക്ക് നിന്നെപ്പ കാണണം, നിന്നെ കണ്ടില്ലെങ്കിൽ പ്രാന്താവും, നീ ഒന്നും പാടാ അല്ലെങ്കിൽ എനിക്ക് പ്രാന്താവും എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവളിത് പറഞ്ഞിട്ട് നൂറിൽ പെട്ടപ്പിച്ച് അവളെ കാണാൻ ചെന്ന് അവളെ കൺമുമ്പിൽ ഇപ്പൊ അവള് പറയാ, നീ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്, എനിക്ക് നിന്റെ കമ്മൊക്കെ കാണാൻ മുമ്പ് പോടാന്ന്. അരിശി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗേൾസോട് മനസ്സിക്ക് പുരിയല്ലേ. ഈ ഗേൾസ് ഉണ്ടല്ലോ നമ്മളെ ഒരുപാട് സ്നേഹിക്കും, പക്ഷെ നമ്മള് ഒരു തരി പോലും ഒരു മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. ഒരു ദിവസം ദൈവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ ലോകത്ത് എന്ത് നടക്കാത്ത കാര്യങ്ങൾ നീ ചോദിച്ചോ, നിനക്ക് അത് നടത്തി തരുന്നു. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ആൺകുട്ടിയെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചു തരുമെന്ന്. ദൈവം അപ്പൊ തന്നെ അപ്രതീക്ഷിതമായി. അതിനുശേഷമാണ് ദൈവം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാതിരുന്നിട്ടുള്ളത്. ഇവളുടെ ബർത്ത് ഡേറ്റ് മറന്നു കഴിഞ്ഞാൽ കാര്യച്ച് ഞാൻ അവളുടെ പീരീഡ്സ് ഡേറ്റ് മറക്കില്ല. കാരണം ഒരുപാട് നീർന്ന ഓർമ്മകൾ ഇപ്പോഴും എന്റെ ദേഹത്ത് കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു ബ്ലഡ് റിലേഷൻ തന്നെയുണ്ട്. കാരണം എന്റെ ഒരുപാട് ചോരവൾ തെറിപ്പിച്ചിട്ടുണ്ട്. ഈ ലൈഫില് ഗ്യാരണ്ടി ഇല്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് മുക്കുപണ്ടും പിന്നൊന്ന് ഗേൾഫ്രണ്ടും. ഇവരുടെ മാറ്റ് കുറഞ്ഞ് എപ്പോഴാണ് നമ്മളെ വിട്ടുപോകാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇത്ര നേരം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കിപ്പോ അവളെ വിളിക്കാനോ കോൾ ചെയ്യാനോ ഒന്നും പറ്റണില്ല. കാരണം അവളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ അവള് നമ്മുടെ ഈ പരിപാടി കാണാറുണ്ട്. അപ്പൊ ഇത് കാണുന്ന പ്രിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ദയവ് ചെയ്ത് വന്ന് മിണ്ടി, എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് കാണുമെങ്കിലും ഒന്ന് പറയട്ടെ അവളൊന്നും മിണ്ടാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഈ ബേബി സാറിന്റെ ഈ സെറ്റപ്പും നിങ്ങളുടെയൊക്കെ സമയവും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ ക്ഷമയോടെ ഞാൻ നിർത്തുന്നു. പക്ഷെ ഗേൾസ് ഉണ്ടല്ലോ, നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ, ഒരു ബായ് പോലും പറയാതെയാണ് നമ്മൾ വിട്ടുപോവുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ബായ് പറഞ്ഞിട്ടേ പോവുള്ളൂ. നമസ്കാരം, എന്റെ പേര് ജോസ്, ബായ്. രമേശ് ചേട്ടാ, എന്തോ എങ്ങനെയുണ്ടായിരുന്നു? അവന്റെ കഥയാണ്. അവൻ നമ്മൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് അവതരിപ്പിച്ചതാണ് എന്നുള്ളത് തന്റെ മൂഢവിശ്വാസമാണ്. അവൻ പ്രിയയോട് വന്നു സംസാരിച്ചു. പ്രിയ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവനെ ബ്ലോക്കിൽ നിന്നും മാറ്റി കൊടുക്കുക, അവന്റെ മെസ്സേജുകളൊന്ന് വായിക്കുക കേട്ടോ. അവൻ ഇവിടെ വലിയ സങ്കടത്തിലാണ്. പോരെ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ. ഈ പ്രിയ എന്ന് നീ ഓമന പേരിട്ട് വിളിച്ച പുള്ളിക്കാരത്തിയുടെ ശരിക്കും പേരെന്താണ്? ഇല്ല, അങ്ങനെ ആരും ഇല്ല. നമ്മളിങ്ങനെ പറ ജോസെ, അങ്ങോട്ട് നീ ചുമ്മാ വെള്ളത്തിലെടുക്കാതെ. ജോസ് ഇല്ല, ജോസ് ഇല്ല, അങ്ങനെയില്ല. കുറെ കൂട്ടുകാരികൾ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ അനുഭവം വെച്ച് ജോസിന്റെ പരിപാടി വളരെ ഗംഭീരമായി. ജോസിന്റെ ഇംഗ്ലീഷ് ചേർക്കലുകളും ജോസിന്റെ കുറെ ഉദാഹരണങ്ങളും. ഈ കുറച്ച് സമയം എനിക്ക് ഏതാണ്ട് ഒരേ വിഷയത്തിൽ തന്നെ ബ്ലോക്ക്, മറ്റേത് മറിച്ചത്, വീണ്ടും ഓണത്തിന് അയച്ചു, പിന്നെ ഒരേ ഒരു വിഷയത്തിൽ തന്നെ ഒരു കുറച്ചധികം നേരം കിടന്ന് കറങ്ങിയതുപോലെ എനിക്ക് തോന്നി. അതെല്ലേ, ബാക്കി ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. നല്ലൊരു, ഇപ്പം ഇടയ്ക്ക് അങ്ങനെ മിസ്സിങ് ആണെങ്കിലും പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ ഒരു ഫ്ലോ അല്ലെങ്കിൽ അതേ ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഓക്കെ, ശരി. അതിഥി ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഒരാളെ ബ്ലോക്ക് ചെയ്തു. കാരണം അവൻ മറ്റേ കാമുകനാണോ അതോ ശല്യക്കാരനായിരുന്നോ? ശല്യക്കാരനായിട്ട്. ശല്യക്കാരനും പിന്നെ കാമുകന്റെ നമ്പർ ഡിലീറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, അവൻ പെട്ടെന്ന് വിളിച്ചാൽ നമ്മൾ അറിയേണ്ട എടുത്തു പോയാലും എന്ത് ചെയ്യും? അതെ, അത് സൗണ്ട് കേട്ടാ മനസ്സിലാവും. ഞാൻ സംസാരിക്കും, എന്നിട്ട് അപ്പൊ തന്നെ വെക്കും. പിന്നെ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഓ, അങ്ങനെയാണ് നിങ്ങൾ. പിന്നെ ഞാൻ പിഷാരടി ചേട്ടന്റെ പഠിച്ച ഒരു സംഭവം, എടുക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ ചില നമ്പറുകൾ ആള് എടുക്കണമെന്നില്ല 2 അങ്ങനെ കുറെ നമ്പറുകൾ സേവ് ചെയ്ത്. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിഷാരടി ചേട്ടന്റെ ഫോണിൽ. അത് നല്ലൊരു ഐഡിയ. സെയിം ബെഞ്ച് അവിടെ പഠിച്ചിട്ട് ഞാനും DND1 DND2 ഞാനത് ഇവിടെ നിന്ന് പഠിച്ചേ.
അത് മാത്രമല്ല ഞാൻ പല തരത്തിലാ സേവ് ചെയ്തിടുന്നത്. പല ഒരേ പേരുള്ളതും പലതും എനിക്ക് മനസ്സിലാവുന്ന തരത്തില ഒരുപാട് ആൾക്കാരുടെ. പിന്നെ നമ്മുടെ ഫോൺ പലർക്കും കൊടുക്കുമ്പോഴേ നമുക്ക് പരിചയമുള്ള സെലിബ്രിറ്റീസിന്റെ ഒക്കെ നമ്പറൊക്കെ പോലെ ഞാൻ പലതും പലതായിട്ടാ സേവ് ചെയ്തേക്കുന്നത്. അപ്പൊ ഏതോ ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരുത്തൻ ഇവന്റെ കാര്യമില്ല അങ്ങനെ അവര് വിളിച്ചപ്പോ പറഞ്ഞ മാറ്ററും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പൊ ഞാൻ അതിനകത്ത് ഒരുത്തന്റെ പേര് ഞാനൊരു തെറി സേവ് ചെയ്ത് വെച്ചു. കാരണം അതുപോലെ എന്നെ ശല്യം ചെയ്ത കാരണം ഞാനൊരു തെറി തന്നെ സേവ് ചെയ്തു. ഏതോ ഒരു എങ്ങനെ സേവ് ചെയ്ത് വെച്ചു. ഇത് പിന്നെ എനിക്ക് കോണ്ടാക്ട് ലിസ്റ്റ് ഫസ്റ്റ് ഫോൺ തൊട്ട് ഇതുവരെയുള്ള എല്ലാം സേവ് ചെയ്തതും ഉണ്ട്. ഇടയ്ക്ക് ഫോൺ മാറുവോ കളയുവോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കാലം മാറി, എന്റെ വണ്ടി മാറി, എന്റെ വണ്ടിക്ക് സ്ക്രീൻ വന്നു. ഞാൻ ഈ ഫോണും ഫ്രണ്ടിലിട്ട് വണ്ടി സൈലന്റിലിട്ട് ഓടിച്ചോണ്ടിരിക്കുമ്പോ ആ സ്ക്രീനിൽ എഴുതി വന്നോണ്ടിരിക്കുക ഏതോ ഒരു മറ്റവൻ കോളിങ് ഈ വലിപ്പത്തിൽ എഴുതി വന്നോണ്ടിരിക്കുന്നു ഫുൾ ഫാമിലി ആയിട്ട് പോകുമ്പോ. അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പം ജോസഫ് താങ്ക് യു. നമുക്ക് കാണാം. നിരാഹാര സമരം സിന്ദാബാദ്, നിരാഹാര സമരം സിന്ദാബാദ്, നിരാഹാര സമരം സിന്ദാബാദ്, നിരാഹാര സമരം സിന്ദാബാദ്. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ. ഇങ്ങനെ പോയ ഒരുപാടൊന്നും എണ്ണാൻ പറ്റൂല. ഒന്നാം ദിവസം തന്നെ സമരം പൊളിയും. എന്തേ ഷുഗർ കുറഞ്ഞിട്ട് പിടിച്ചിരിക്കാൻ പറ്റണില്ലെന്ന്. മരണം വരെയും പോരാട്ടം, മരണം വരെയും അമ്മച്ചി, മരണം വരെയും നിങ്ങൾ ഇവിടുന്ന് പോയപ്പോ ഇത്ര എനർജിയോട് നല്ലല്ലോ പോയത്. എന്ത് പറ്റി നിങ്ങക്ക്? പിന്നെ പട്ടിണി കിടക്കുന്നവർക്ക് ഭയങ്കര എനർജി ആയിരിക്കുമല്ലോ. കിടക്ക് നോക്കണം. അതെ, ഇവിടെ ഇങ്ങനെ കുത്തി നിന്ന് സമരം ചെയ്യാതെ ഞങ്ങളുടെ കൂടെ അവിടെ ഒന്ന് കുത്തിയിരുന്ന് സമരം ചെയ്താൽ മോൾക്ക് ശമ്പളം കൂട്ടി കിട്ടും. ഞാനത് മേടിച്ചാ വേണമെങ്കിൽ. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. ഞങ്ങൾക്ക് ഒന്നും എനർജി ഇല്ല. അമ്മച്ചിക്ക് നല്ല എനർജി ആണല്ലോ. എന്താ രഹസ്യം? ബുദ്ധി വേണോടാ ബുദ്ധി. ഇവിടെ ഒന്ന് തപ്പി നോക്കിയേ. സമരം തുടങ്ങിയപ്പോ തന്നെ 10 ചപ്പാത്തി ഞാൻ കോഴിച്ചാറിന്റെ മുക്കി ഇവിടെ പൊതിഞ്ഞു വെച്ചേക്കാ. ഞാനൊരു കാര്യം പറയാം. ഇവരുടെ സമരം അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്തോരു ഒച്ചയും ബഹളമാണ് ഇവിടെ. ഞാനൊരു ഗർഭിണിയില്ലേ, മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഇതിന് എന്തെങ്കിലും ഒന്ന് തീരുമാനം ഉണ്ടാക്കാം. അതെ സമരക്കാരെ, ഞങ്ങളൊരു സന്ധി സംഭാഷണത്തിന് തയ്യാറാണ്. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ തൊഴിലാളികൾക്ക് കടുംപിടുത്തൊന്നുമില്ല. ഞങ്ങളും ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ സമരസമിതിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയായി ചർച്ചയ്ക്ക് ഞങ്ങള് അമ്മച്ചിയെ വിടുകയാണ്. അമ്മച്ചി കാര്യങ്ങൾ വ്യക്തവും ശക്തവും സ്പഷ്ടമായ രീതിയിൽ സംസാരിച്ചോ. മുട്ടുമടക്കി മുട്ടുമടക്കി മുതലാളിത്തം മുട്ടുമടക്കി. മതി 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 മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. എന്താടാ പറ. ഇവിടെ ഗർഭിണിയായിട്ടുള്ളൊരു പെങ്കൊച്ചിരിക്കുക. അതിന്റെ വരി കിടങ്ങ് കൊച്ചിനൊരു സമാധാനം കിട്ടണം. ഞങ്ങൾ വീട്ടിന്റെ ഫ്രണ്ടിൽ കിടന്ന് 2 ദിവസമായി ഒച്ചപ്പാടും ബഹളവും. ഇതൊന്നും നിർത്തി തന്നെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ജോലിക്ക് എടുക്കാം അല്ലേ? എടാ, ഈ സമരം ചെയ്യാനായിട്ട് ഞാൻ ഇവരുടെ കൂടെ കൂടിയതിനൊരു കാരണമുണ്ട്. എന്താണ്? നിന്റെ ഭാര്യ എന്നെ എന്ന് അംഗീകരിക്കണോ അന്ന് ഈ സമരം നിർത്തും. നീ ഒരു കാര്യം ചെയ്യും, നീ എന്നോടൊരു സോറി പറ. അമ്മച്ചി എന്നോട് പൊറുക്കണം. പൊറുക്കണമെന്നല്ല, സോറി. അമ്മച്ചി എന്നോടൊന്ന് ക്ഷമിച്ചായിരുന്നു അമ്മച്ചി. സോറി 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 സോറി. പ്രശ്നം തീർന്നല്ലോ. 3 എണ്ണം വേണ്ട, 1 എണ്ണം മതി. എന്റെ പൊന്നെ, ഇത് സോറി. അതെ, അമ്മച്ചി കോംപ്രമൈസ് ആയിട്ട് കാര്യമില്ല. അവര് കോംപ്രമൈസ് ആയില്ലല്ലോ. എടാ, അവരെ കോംപ്രമൈസ് ആക്കാനായിട്ട് ഒരു വഴിയുണ്ട്. എടാ, അവര് പട്ടിണി കിടന്ന് വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഭക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ ഏത് സമരവും നമുക്ക് പൊളിക്കാം. അമ്മച്ചി അത് എനിക്ക് വാങ്ങിച്ചു വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് സാരില്ല, അമ്മച്ചി കൊടുക്ക്. മക്കളെ നോക്ക്, അമ്മച്ചി അവരുടെ കൂടി. അത് ഏത് സമരത്തിലും കാലുവാരികൾ ഉണ്ടാവും, നമ്മൾ ഭയപ്പെടരുത്. അതെ. മുന്തിരി പാടം പൂത്തു നിക്കണ മുറ്റത്ത് കൊണ്ടോകാം, മുന്തിരി പാടം പൂത്തു നിക്കണ മുറ്റത്ത് കൊണ്ടോകാം. മുന്തിരി തന്ത്രം കയ്യില് വെച്ചോ, ഇങ്ങോട്ടെടുക്കണ്ട. മുന്തിരി തന്ത്രം കയ്യില് വെച്ചോ, ഇങ്ങോട്ടെടുക്കണ്ട. എന്റെ കയ്യിൽ വേറൊരു അടിപൊളി സാധനം ഉണ്ട്. എനിക്ക് ഇതിന്റെ വല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള
ക്യാമറയുടെ ഐസ്ക്രീം ഇത് കൊടുത്താൽ എന്തായാലും പറ്റൂല എന്ന് ആരും പറയത്തില്ല. എന്റെ പൊന്നമ്മച്ചി, നമുക്ക് ഇത് കൊടുത്ത് വീഴ്ത്താം. അതൊന്നും ശ്രദ്ധിക്കരുത് കേട്ടോ. വിശ്രമവേളകളെ സന്തോഷകരമാക്കാൻ കാംറി ഐസ്ക്രീം, നല്ല കൊതിയൂർന്ന ഐസ്ക്രീം. ആ കഴിച്ചോ മോളെ, നീ മധുപക്കരു മലർച്ചൊരിയു അനുരാഗനേഴ്സമ്മേ, നീ മധുപകരു മലർച്ചൊരിയു ചക്രവാണി. ഷുഗർ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇച്ചിരി മധുരം കഴിച്ചാൽ നല്ലതാ. വേണ്ട വേണ്ട വേണ്ട. നേതാവേ, ഈ നിരാഹാര സമരം കൊണ്ട് വൻ നഷ്ടം ഉണ്ടോ? ക്യാമറയുടെ ഐസ്ക്രീം ആയിരുന്നു. പ്രിയമുള്ള തൊഴിലാളികളെ, ഏത് തൊഴിലാളികൾ ഒരു സമരം പ്രഖ്യാപിച്ചാൽ ആ സമരം പരാജയപ്പെടുത്താൻ വേണ്ടി മുതലാളി വർഗം ഏതറ്റം വരെയും പോകും. നമ്മൾ തളരരുത്. അതെ, നമ്മളൊരു പ്രലോഭനങ്ങളിലും വീഴരുത്. പക്ഷെ ഇത് കണ്ടു വെച്ചാൽ അങ്ങനെ പിടിച്ചു നിൽക്കും. കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. കെട്ടിക്കോ. ഇവളെയോ? അവളല്ല, കണ്ണ് കെട്ടിക്കോളാൻ. എത്ര സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാ ഞാൻ. ഈ കണ്ണ് കെട്ടി നമ്മളിരുന്നാൽ കണ്ടാലല്ലേ കൊതി വരുള്ളൂ. നിങ്ങളുടെ കളിയൊന്നും ഇന്റെ അടുത്ത് നടക്കൂല, മനസ്സിലായോ? കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ, കണ്ണു തുറക്കാത്ത ബേബി മോലാളി, കണ്ണു തുറക്കാത്ത ബേബി മോലാളി. ഇതൊന്നും നിർത്താനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വിശന്നിരിക്കുന്നവനെ ഭക്ഷണം കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ നമുക്കിപ്പോ ജലപീരങ്കിയും പോലീസിന്റെ പരിപാടിയൊന്നും നടക്കുകയല്ല എന്തായാലും. അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ ഐറ്റം കൂടി ബാക്കിയുണ്ട്, അതിൽ ചിലപ്പോ വീഴും. ഏത് സാധനമാണേലും അവ സമരക്കാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം അതിഥിക്ക് കൊടുത്തരല്ലേ കൊതി ഇട്ടിട്ട് സമരക്കാരുടെ ഇടപാട് തീർന്നു പോകും. അമ്മച്ചി, എന്തോ സാധനം കൊണ്ടുവരുന്നുണ്ടേ. നമ്മള് വീഴരുത്. ചിക്കിങ്, ഇറ്റ് ഈസ് മൈ ചോയ്സ്. ഉണ്ടാവൂല, വെറുതെ പറയണ. വറുത്ത് വെച്ചിരിക്കേ, ഇറക്കി വെച്ചിരിക്കേ, കറുത്ത കോഴി മുളക് പൊട്ട് ഇറക്കി വെച്ചിരിക്കേ. വെറുതെ പറഞ്ഞത്. നമ്മള് കണ്ണുകെട്ടിയിരിക്കല്ലേ. നിങ്ങൾ പിടിച്ചു നിൽക്കണം. നമ്മൾ സമരത്തിൽ എന്തെല്ലാം പ്രലോഭനം ഉണ്ടായാലും നമ്മൾ പിടിച്ചു നിൽക്കണം. അതിനപ്പുറം സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഐസ്ക്രീം ഉണ്ട്, ഇതിനപ്പുറം വലിയ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എണ്ണാമെങ്കിൽ എണ്ണിക്കോ. പിടിച്ചു നിക്കണേ, പിടിച്ചു നിക്കണേ. പിടിച്ച് നീയും പിടിച്ചു നിൽക്കണം. ഞാൻ പിടിച്ചു നിൽക്കേ. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ. ആരും ഏറ്റുവിളിക്കണില്ല. വിളിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. സമരം പൊളിഞ്ഞ്, സമരം പൊളിഞ്ഞ്. വേണം തിന്നോ, സമരം പൊളിഞ്ഞതിന്റെ സ്ഥിതി. ഇതിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആഹാരത്തിന് മുമ്പിൽ ഒരു നിരാഹാരവും വിജയിക്കില്ല. ഒരപേക്ഷയുണ്ട്, ജോലിക്ക് തിരിച്ചെടുത്തില്ലെങ്കിലും ഞങ്ങളെ ഏറ്റവും കൂടുതൽ കൊതിപ്പിച്ച ആ കാംറി ഐസ്ക്രീമും കൂടി തരും. അത് തീർച്ചയായിട്ടും തരും. പിന്നെ സമരക്കാര ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഈ സമരം ഇത്ര അലമ്പുണ്ടാക്കി മുറ്റത്തുണ്ടാക്കിയ അമ്മിച്ചിനെ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. നമ്മുടെ അടുത്ത സെഗ്മെന്റ് മൈ ജെ ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ജപ്പാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുള്ളപ്പോൾ അവിടെ ഷിബുയ എന്നോ കണ്ട് പറയുന്നത്, നമ്മൾ പറയുന്നതല്ല അവിടുത്തെ ഉച്ചാരണം. അങ്ങനെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രതിമയില് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 8-ാം തീയതി അവിടെ വലിയ വാർഷികാഘോഷം പോലെ ആള് വരികയും അതിന് പുഷ്പാർച്ചന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പട്ടിയുടെ പ്രതിമയില്. അങ്ങനെ ഇത് എന്തിനാണ് ഒരു സ്റ്റേഷനിൽ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടായിരിക്കുകയും ആളുകൾ അവിടെ പുഷ്പാർച്ചന ചെയ്യുകയും, അല്ലെങ്കിൽ ജപ്പാന്റെ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു സ്ഥലം അതിന്റെ പേരിൽ തന്നെ അറിയപ്പെടുകയും അത് കാണാൻ ആളുകൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. 1925 അവിടെ 25 മുമ്പായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ ഒരു പട്ടിയെ വളർത്തിയിരുന്നു. അദ്ദേഹം വളർത്തിയിരുന്ന പട്ടിയുടെ പേര് ഹാച്ചിക്കോ എന്നാണ്. ആ പട്ടിക്ക് അദ്ദേഹം പേരിട്ടിരുന്നത്. അദ്ദേഹം ട്രെയിനിൽ ജോലിക്ക് പോകും എന്നൊക്കെ ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഈ പട്ടി വന്ന് കാത്തിരിക്കും. സമയമൊക്കെ ആകുമ്പോൾ ഏകദേശം പട്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ വരും. ഇയാളുടെ കൂട്ടത്തിൽ വീട്ടിലോട്ട് നടന്നു പോകും. സ്ഥിരം ഈ ട്രെയിനിന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോഴേ പട്ടി അവിടെ വന്ന് നിൽക്കും, കൂട്ടത്തിൽ വരും. അങ്ങനെയാണ് 1925 ആയപ്പോൾ ഇയാൾ ജോലിക്ക് പോയ സ്ഥലത്ത് നിന്നും ഹെമറേജ് ബാധിച്ച് ആ പ്രൊഫസർ അവിടുന്ന് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയ ശേഷം അദ്ദേഹത്തെ അവിടുന്ന് തന്നെ ബോഡി മറ്റു ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അടക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇദ്ദേഹം മരിച്ച കാര്യം ഈ പട്ടിക്ക് അറിയില്ല.
ആളുകൾ നോക്കുമ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ഈ പട്ടി അവിടെ വരുന്നതും കറങ്ങി നടക്കുന്നതും ഒക്കെ ആളുകൾ കണ്ടു. 2 ദിവസമൊക്കെ വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ഏകദേശം 9 വർഷത്തോളം എല്ലാ ദിവസവും ഈ ട്രെയിൻ വരുന്ന സമയത്ത് ഈ പട്ടി അവിടെ വരികയും ഈ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയും ചെയ്യും. തുടർച്ചയായിട്ട് 9 വർഷമാണ്, 1-2 ദിവസമൊന്നുമല്ല. അയാളുടെ ഓണറെ കാത്ത് ഈ പട്ടി അവിടെ വന്നിരിക്കുകയും കാത്തിരിക്കുകയും ചെയ്യും. അപ്പം ഇത്രയും ലോയലായിട്ട് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഹാച്ചിക്കോ എന്നു പേരുള്ള ഈ പട്ടിയെ അവിടെ ഒരു പ്രതിമയുണ്ടാക്കി, ഒരു മോണ്യുമെന്റ് ഉണ്ടാക്കി അവിടെ വെക്കുകയും ചെയ്തു. മാത്രമല്ല ജപ്പാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ തന്നെ ലോയൽറ്റിയുടെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ട് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ലോയൽറ്റിയുടെ സിമ്പിൾ എന്താണെന്ന് നോക്കിയാൽ അതൊരു പട്ടിയാണ്. ആ പട്ടി ഈ പ്രൊഫസർ വളർത്തിയിട്ടുള്ള ഹാച്ചിക്കോ എന്ന് പറയുന്ന ഒരു പട്ടിയാണ്. അത് ലോകപ്രസിദ്ധമാവാനുള്ള കാരണം ലോയൽറ്റി ആണെങ്കിൽ ലോയൽറ്റി അതിന്റെ 100% മനുഷ്യന്റെ മുന്നിൽ കാണിച്ചു തന്നു ഒരു നായ എന്നുള്ളത് കൊണ്ടാണ്. മൈജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിലെ ഇന്നത്തെ വൗസേഴ്സ് വൗ മൊമെന്റ്. ഞാൻ പിഷാരടി ചേട്ടന്റെ പഠിച്ച ഒരു സംഭവം എടുക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ ചില നമ്പറുകൾ ആള് എടുക്കണമെന്നില്ല 2 അങ്ങനെ കുറെ നമ്പറുകൾ സേവ് ചെയ്ത് അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിഷാരടി ചേട്ടന്റെ ഫോണിൽ. അത് നല്ലൊരു ഐഡിയ. സെയിം ബെഞ്ച് അവിടെ പഠിച്ചിട്ട് ഞാനും DND1 DND2. ഇന്നത്തെ 2 പെർഫോമൻസിൽ ഏതായിരുന്നു ബെസ്റ്റ് അറിയണ്ടേ? അതിനുള്ള സമയമായിരിക്കുകയാണ്. അതിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. രമേശ് ചേട്ടൻ ആൻഡ് അതിഥി. നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികളെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സംഗീത് പി റാം ആൻഡ് ജോസ് ഫ്രം തൃശൂർ. ഇന്ന് ജോസും സംഗീതും 2 ശക്തരായ മത്സരാർത്ഥികളാണ് നമ്മുടെ എപ്പിസോഡുകളിലെ. 2 പേരും അവരവരുടേതായ ശൈലിയിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു, ഒരുപാട് പരിപാടികൾ അവര് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. എങ്കിലും ഇന്നത്തെ ഈ 2 പേരുടെയും പ്രകടനം തുലനം ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ മികച്ച് നിന്നതായി തോന്നിയത് സംഗീത്.